presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amrtaveni KSFE, Bima Jewels, Pankaja Kasturi Ortho Herb And and Kerala Bag. Yes. ഭയങ്കര ആവേശം നമ്മൾ ഈ ഓണം കഴിഞ്ഞുള്ള കുറച്ച് ദിവസങ്ങളാണല്ലോ നമ്മൾ തീർച്ചയായിട്ടും നമ്മള് മലയാളി എവിടെയാണെങ്കിലും ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഓണം ആഘോഷിക്കും. നമ്മുടെ ഓണം എപ്പിസോഡിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. നമ്മള് പുറത്തുപോയി പർച്ചേസ് ചെയ്തതും വന്നതും നമ്മൾ ഒരുക്കിയ വിഭവങ്ങളൊക്കെ ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമായി എന്നറിയുന്ന ഒരുപാട് കമന്റുകൾ വന്നു. എങ്ങനെയുണ്ടായിരുന്നു ഓണമൊക്കെ? ഓടി നടന്ന് ആഘോഷിച്ച ഓണം പിന്നെ നല്ല രസമായിരുന്നു അല്ലേ? പ്രാവശ്യം ഭയങ്കര എന്താണ് തിരക്ക് പിടിച്ച ഓണമായിരുന്നു. കുറെ തിരക്ക് ഓണമായിരുന്നു. അതെ, എന്തായാലും പക്ഷെ നല്ല എൻജോയ് ചെയ്തു. പിന്നെ ഗംഭീരമായിരുന്നു. എനിക്ക് ഓണത്തിന് ഭയങ്കര ഒരു സർപ്രൈസ് കിട്ടി. ആദ്യമായിട്ട് ഓണത്തിന് എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടുന്നത്. അതായത് തിരുവോണത്തിന്റെ തലേന്ന് ഞാൻ ഉറങ്ങുക, വെളുപ്പിനെ ഒരു 5:30-5:45 മണി. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റിന്റെ റിങ് എന്താ കോളിംഗ് ബെല്ല് ഭയങ്കരമായിട്ട് അങ്ങ് നിർത്താണ്ടടിക്കുന്നു. അപ്പോൾ ഈ ഉറക്കത്തിൽ നിന്ന് ഞാൻ ചാടി എണീറ്റു. രാവിലെ 5:45 സമയത്തൊക്കെ ആരടിക്കാനാണ്. അപ്പോൾ പിന്നെയും വിചാരിച്ച് ഞാൻ അസോസിയേഷൻകാർ എന്തെങ്കിലും കറണ്ട് ജനറേറ്ററിന്റെ പ്രശ്നമോ വെള്ളത്തിന്റെ പ്രശ്നമോ ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ അവരിങ്ങനെ പറയാൻ വേണ്ടി വരുമല്ലോ. അങ്ങനെ ഞാൻ ചെന്ന് തുറക്കുമ്പോൾ മോള് മുമ്പിൽ ഇരിക്കുന്നു. മൂത്ത മോള് മുമ്പിൽ ഇരിക്കുന്നു. അവള് പറയാണ്ട സർപ്രൈസ് ആയിട്ട് വന്നു. അത് ജോർജിയ ദേവേട്ടൻ ഞാൻ അറിയാണ്ട ടിക്കറ്റ് ഒക്കെ അയച്ചു കൊടുത്തു. അങ്ങനെ അവള് സർപ്രൈസ് ഞാൻ ഇങ്ങനെ നോക്കാറില്ല സാർ. താടിയിൽ പിടിച്ചാൽ കയറിപ്പോൾ പിടിക്കാനൊരു സൗകര്യത്തിന് ഇതാരാ പിന്നെ? ഞാൻ തന്നെ. ഓ, നിങ്ങളുടെ ഈ തലയിൽ പഴുതാരയും പല്ലിയും പാറ്റയും എല്ലാം വരാറുണ്ട്. അപ്പോഴൊന്നും ഞങ്ങളൊന്നും പറയാറില്ല. ഒരു താടിയിലൊന്ന് പിന്നിയപ്പോ പഴുതാര, രണ്ട് പഴുതാര. അവളുടെ തലയിൽ 2 പഴുതാര. നല്ല ഭംഗിയുണ്ട്. കണ്ടിട്ട് അതൊക്കെ പുതിയ വള്ളി തൂങ്ങി വന്നത് ഓണം ഗംഭീരമായി. അച്ഛൻ, അമ്മ, മക്കൾ, കുഞ്ഞുമോൾ, ഞങ്ങളെല്ലാവരും കൂടെ ഓണസദ്യ. അതല്ലാതെ പല സ്ഥലത്ത് പല തരത്തിലുള്ള ഓണസദ്യ. കിരണം എന്ന് പറഞ്ഞിട്ടൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ, അവരുടെ വയസ്സായ ആൾക്കാരുടെ കൂടെയുള്ള ഓണസദ്യ, വീൽ ചെയർ ബൗണ്ട് ആയിട്ടുള്ള കുറച്ച് കുട്ടികളുടെ കൂടെയുള്ള ഓണസദ്യ. അപ്പം അങ്ങനെ കുറേയധികം നല്ല ഓണസദ്യയും നല്ല ഓർമ്മകളും ഒരു യാത്രയൊക്കെ ഞങ്ങൾ ഫാമിലിയായിട്ട് പോയി. കുഞ്ഞുമോൾ ഇതിനിടയ്ക്ക് കുഞ്ഞുമോളുടെ ബർത്ത്ഡേ വന്നു. അപ്പോൾ സർപ്രൈസ് അപ്പോൾ എല്ലാവരും സ്വന്തമായിട്ട് വീട്ടിൽ പോയിട്ട് ട്രീറ്റ് ഒക്കെ ആഘോഷിച്ചോണം. എന്നിട്ട് ഞങ്ങളെ ഓർക്കണം. നാളെ തരാം. അപ്പോൾ കുഞ്ഞുമോൾ അന്ന് ഷൂട്ടുള്ള ദിവസമായത് കാരണം ഞാനിവിടെ ട്രിവാൻഡ്രത്താന്നൊക്കെ പറഞ്ഞ് ആരടുത്തും പറയാതെ, കുഞ്ഞുമോളടുത്തും പറയാതെ രാവിലെ 3 മണിക്കുള്ള ട്രെയിൻ മിസ് ചെയ്ത് രാവിലെ 5 മണിക്കുള്ള ട്രെയിൻ എടുത്ത് എറണാകുളത്ത് പോയി. അപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ ട്രിവാൻഡ്രത്താണെന്ന് പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഷൂട്ട് ലൊക്കേഷൻ്റെ തൊട്ടടുത്ത് എന്നിട്ടും വീഡിയോ കോൾ വരെ വിളിച്ചു. അപ്പോഴും മനസ്സിലായില്ല. നേരെ ഗേറ്റ് ക്രാഷ് ചെയ്ത് ഒരു കേക്കും കൊണ്ടുപോയി സർപ്രൈസ് ചെയ്തു. അപ്പോൾ ഓണം മെമ്മറബിൾ. പിന്നെ മക്കളുടെ കൂടെ കുற்றாലത്തെ 4 ഫാൾസ്, പാലരുവി, അങ്ങനെ ഒരു ട്രിപ്പ് ഡ്രൈവ് പോയി. നല്ല നല്ല സീസൺ കഴിയാറായി. പക്ഷെ നല്ലത്. കല്യാണത്തിന് ശേഷമുള്ള ഫസ്റ്റ് എല്ലാരും ഓണം അവിടെ നിക്കട്ടെ. അനീഷ് ഏട്ടന്റെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മള് കുട്ടിക്കാലത്തെ പഠിക്കുമ്പോഴേ ഉള്ള ഒരു ആഗ്രഹമാണ് ലോകത്ത് ഈ സപ്താത്ഭുതങ്ങളിൽ ഒന്നാണ് ചൈനയിലെ വൻമതിൽ. അപ്പോ ചൈനയിലെ വൻമതിൽ കണ്ടു. ലോകത്തെ ഏറ്റവും വലിയ ഞാൻ ചൈനയിൽ പിന്നെ ലോകത്തെ ഏറ്റവും വലിയ എസ്കലേറ്റർ കണ്ടു. പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനെ പോയി ചൈനയിലും കൊറിയയിലും ഒക്കെ പോയിരുന്നു. ചൈനയിൽ ഷാങ്കായി 4 ദിവസം ഞാൻ ചൈനയിൽ ടൂർ നടത്തി. സൂപ്പറാണ്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞത് എനിക്ക് തോന്നിയത് ചാൻജിയാജി എന്നൊരു സ്ഥലമുണ്ട്. പലപ്പോഴും പലരും മിസ്സായി പോകുന്ന സ്ഥലങ്ങളാണ് ടൂർ പാക്കേജിൽ വരുമ്പോൾ. പക്ഷെ ഞങ്ങൾ ചാൻജിയാജിയിലും പോയിരുന്നു. ചാഞ്ചേരിയിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിന്റെ വയനാടും മൂന്നാറുടെ മിക്സ് ചെയ്തൊരു പ്രദേശം പോലെ തോന്നുന്നു. തനി ഗ്രാമീണരായ കുറെ ആൾക്കാരും അങ്ങനെ. പക്ഷെ മനോഹരമാണ് കാണാൻ. കാഴ്ചയിൽ അരുവികളും ഒക്കെയാണ്. ഭയങ്കര രസമാണ് കാണാനായിട്ട്. അങ്ങനെ
കണ്ണിന് മറക്കാത്ത ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു. അതിനേക്കാളും ഏറ്റവും വലിയ സന്തോഷം തോന്നിയത് അത് കഴിഞ്ഞ് കൊറിയയിൽ പോയി. കൊറിയയിൽ പോയപ്പോൾ ഞങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് നോക്കിയപ്പോൾ കാണാം യമുന ചേച്ചി അവിടെ നിൽക്കുന്നു. അല്ല അവിടുത്തെ ആൾക്കാരെല്ലാവരും യമുന ചേച്ചിയെ കണക്കുള്ള ആൾക്കാരാണ് മുഴുവൻ. ഇങ്ങനെ ഞാൻ നോക്കുമ്പോ യമുന ചേച്ചി തിരിഞ്ഞു നോക്കട്ടെ, അപ്പോഴാണ് മനസ്സിലായത് യമുന ചേച്ചി അല്ലല്ലോ, എന്റെ യമുന ചേച്ചി ഇതല്ല. അങ്ങനെ കൊറിയയിൽ 2 ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും എന്റെ ഓണം അങ്ങനെയായിരുന്നു. വലിയ എന്റെ ഓണം ഈ പറഞ്ഞ പോലെ എന്റെ ലൈഫിൽ എന്റെ എല്ലാവരുടെയും പോലെ തന്നെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും പുറം രാജ്യത്തൊക്കെ പോകണം. ഞാൻ പാസ്പോർട്ട് എടുത്തതിന് ശേഷം 2 വർഷം കൊണ്ടുള്ള എക്സ്പയറി ആവാനായിട്ട് ഇപ്പോഴാണ് അതിനൊരു ഭാഗ്യം ഉണ്ടായത്. ഞാനും ഓണത്തിന്റെ തലേദിവസം ഞാൻ ദുബായിൽ, ഞങ്ങൾക്ക് ഓണത്തിന്റെ സ്പെഷ്യലായിട്ട് ദുബായിലൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ മനസ്സുകൊണ്ടും അല്ലേ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിന്റെ പവർ കണ്ടത് കുറ്റാലത്ത് ഈ വേഷം മറ്റേ മുടിയെല്ലാം വെള്ളത്തിലെല്ലാം കുളിച്ച് പുറത്തു വരുന്ന സമയത്ത് എനിക്കറിയാം കുക്ക് ചെയ്യുന്ന ആളല്ലേ എന്ന്. അത് നല്ലൊരു കാര്യമാണ് തീർച്ചയായിട്ടും. എന്റെ ദീപന്റെ ഓണം അല്ലേ, നമ്മള് ലൊക്കേഷനിലായിരുന്നു. ഈ പറയണ പോലെ നമുക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല. ഈ പ്രാവശ്യം തിരുവോണത്തിന്റെ അന്ന് വീട്ടിൽ പോകാൻ പറ്റിയില്ല. അന്ന് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ തന്നെ ആയിരുന്നു, ലൊക്കേഷനിൽ തന്നെ ആയിരുന്നു. അതിനൊരു ഭാഗ്യം വേണം. അഭിനയ രംഗത്തേക്ക് ഇറങ്ങിയതിനു ശേഷം ചേട്ടാ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അന്ന് ഷൂട്ട് ഉണ്ടായിരുന്നില്ല. ലൊക്കേഷൻ വീട്ടിലായിരുന്നു, ഗസ്റ്റ് ഹൗസിലായിരുന്നു ഓണം എന്ന് പറഞ്ഞത്. അന്ന് ഷൂട്ടും ഉണ്ടായിരുന്നില്ല. തിരുവോണത്തിന്റെ ദിവസം ഞാൻ ദീപനെ വിളിച്ചു നോക്കി. ദീപനെ വിളിച്ചത് എറണാകുളം വരെ പോകുന്നവർക്ക് അല്ല എനിക്ക് 6-ാം തീയതി ഷൂട്ടുണ്ട്. 5-ാം തീയതി ഒരു ദിവസം കഴിഞ്ഞ 6-ാം തീയതി രാവിലെ ഫസ്റ്റ് സീൻ വെച്ചേക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ദീപനെ വിളിച്ചു നോക്കി. ദീപ എന്താണ് അവസ്ഥ, ഒന്ന് ഈ പറഞ്ഞ പോലെ കമ്പനി വിടാൻ പറ്റുമെന്ന് വെച്ചപ്പോ ദീപനും പറഞ്ഞു ദീപനും എൻഗേജ്ഡ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹാപ്പി ഓണം പറഞ്ഞു. എന്നാ ഒറ്റയ്ക്കിരുന്ന് ആഘോഷിച്ചു രണ്ടുപേരും. അല്ല ഇതാണ് നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ഓരോരുത്തരും ഓരോ തരത്തിലാണല്ലേ അനുഭവങ്ങൾ. ഒരേ കാര്യമാണ്, അതെ അതെ, ഒരേ ഫീൽഡ് വർക്ക് ചെയ്യുന്നതാണ്, പക്ഷെ അവരുടെ അനുഭവങ്ങൾ വേറെ തലത്തിലാണെന്നല്ലാണ് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ അങ്ങനെയുള്ള വെവ്വേറെ ചിന്തകളും വെവ്വേറെ സാഹചര്യം കഴിയുമ്പോഴും ഒരുമയോടെയാണ് നമ്മൾ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിൽ നിൽക്കുന്നത്. ഓക്കെ, താങ്ക് യു. നമ്മൾ ഇനിയിപ്പോ പറഞ്ഞ പോലെ നമുക്കൊന്ന് വാമപ്പ് വേണ്ടേ, ഒരു ഗെയിം വേണ്ടേ? എന്ത് ഗെയിം വേണം? പഞ്ചു പിടിക്കുക. പച്ചമുളക് തീറ്റിക്കുന്നു. എക്സ്ക്യൂസ് മീ, ഇത്തരത്തിലുള്ള ഗെയിമുകൾ ഞങ്ങൾ കളിക്കില്ല. ഞങ്ങള് തലയാണടി അതെ ബലൂൺ ഊതി ഉറപ്പിക്കും. ഞാൻ പറയട്ടെ ഒരു ഗെയിം ഇവരൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം അല്ലേ? എന്റെ മനസ്സിലൊരു ഗെയിം ഉണ്ട്. പറഞ്ഞു കേട്ടെ. നമ്മൾ ഈ ഓണവുമായി ബന്ധപ്പെട്ട കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക, അതൊക്കെ നമ്മൾ കേട്ടില്ല. പക്ഷെ അതല്ല പറയണ്ടേ. പക്ഷേ ഇതിലൊരു വെറൈറ്റി ഉണ്ട്. കുപ്പിയില് പെൻസിൽ നിറയ്ക്കുക. അയ്യോ പൊളി, കൊണ്ടുപോ. ഇല്ല അല്ല, അത് വെറൈറ്റി ഉണ്ട്. പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യട്ടെ. കുപ്പിയില് പെൻസിൽ നിറയ്ക്കുക എന്ന് പറയുമ്പോൾ ഈസി ആയിട്ട് ഒരു കുപ്പി വെച്ചിട്ട് ഇങ്ങനെ പെൻസിൽ ഇടാനല്ല, പിന്നെ കാണാണ്ട് കുപ്പിയിൽ നോക്കാണ്ട് നമ്മൾ പെൻസിൽ ഇടണം. അത് പറ്റില്ല, കണ്ടോണ്ട് പറ്റുള്ളൂ. കാണണം എങ്കിൽ ഓക്കെ. ആക്ച്വലി എന്റെ ഗെയിമിൽ ഞാൻ മാറ്റം വരുത്താറില്ല. പക്ഷെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് ആ കുപ്പി കാണാനായിട്ട് ഞാൻ ഇപ്പൊ നമ്മുടെ കുറച്ച് മോഡേൺ ഒക്കെ ആയിട്ടുള്ള ഒരു സാധനം തരാം. ഒരു കണ്ണാടി പിടിച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ടാലോ? കണ്ണാടി മോഡേൺ അല്ല. കണ്ണാടിക്ക് പകരം നിങ്ങൾക്ക് ഞാൻ മൊബൈൽ ഫോൺ തരാം. മൊബൈൽ ഫോണിൽ നിങ്ങൾ ക്യാമറ ഓൺ ചെയ്തിട്ട് നിങ്ങൾ കണ്ടോ, നിങ്ങൾ ആ ക്യാമറയിലൂടെ നിങ്ങൾക്ക് കുപ്പി കാണാം. ക്യാമറയിൽ നോക്കിക്കൊണ്ട് നിങ്ങൾ പെൻസിൽ എടുക്കുക, ബോട്ടിൽ നിറയ്ക്കുക, പെൻസിൽ എടുക്കുക, ബോട്ടിൽ നിറയ്ക്കുക. ഇത് ഏതാടാ ഇത് ഏതാടാ? കൈവെട്ടിക്കളാണ്. മനസ്സിലായാ പോരെ? ഓക്കെ, പിടിക്കുക, അതിനുശേഷം ഇത് കയ്യിലിടുക. അയ്യോ നല്ല മുദ്ര. സെൽഫി എടുക്കുമ്പോൾ അങ്ങനെ ഇടുക, അങ്ങനെ ഇടുക. അങ്ങനെ നോക്കിട്ട് ഞാനും എനിക്കിവിടെ തള്ളി. പക്ഷെ രസമുണ്ട്, നല്ല വെറൈറ്റി ഗെയിമാണ്. ശരി, ആരവിടെ പ്രോപ്പർട്ടി വരട്ടെ. വാവ്. Milma presents Fira Food Celebrity Kitchen Magic Season 3 powered by അമൃതവേണി, KSFE, Bima Jewels, Pankaj Kasturi Ortho Hair and Kerala Bank. സാധാരണ സെൽഫി
നമ്മൾ ഫോട്ടോ എടുക്കാനാണ് അല്ലേ, സെൽഫ് ആയിട്ടുള്ള ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് സാറിന് ഇങ്ങനെ ഉപയോഗിക്കാറുള്ളത്. പക്ഷെ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കുപ്പിയിലേക്ക് ഈ പെൻസിൽ ഇടുന്ന ഒരു മത്സരമാണ്. അപ്പോൾ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ തന്നെ ഫോണിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് പിടിക്കുക. അപ്പോൾ നമുക്കറിയാൻ പറ്റും 1 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ സമയവും കാണാൻ പറ്റും. അതിനകത്ത് 60 സെക്കൻഡ് ആകുമ്പോൾ നിർത്തിക്കൊള്ളും പരിപാടി. പെൻസിൽ കൃത്യമായിട്ട് ബാക്കിൽ തിരിഞ്ഞു നോക്കാതെ പെൻസിലിനകത്ത് ഡ്രോപ്പ് ചെയ്യുക. പിന്നെ ഒരു എക്സ്ക്യൂസും കൂടെ തരാം. 1 മിനിറ്റ് സമയമാണ് നിങ്ങൾക്കുള്ളത്. ഒരു ടീമിൽ നിന്ന് ഒരാൾക്കാണ് മത്സരിക്കാൻ ആദ്യം മത്സരിക്കാം, അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ. എന്തായാലും ആദ്യത്തെ പ്രാവശ്യം ഓരോ ടീമിൽ നിന്ന് 4 പേരായിട്ട് വരിക. റെഡി, 1 2 3. ആദ്യം വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വിഷ്ണു. വിഷ്ണു. ഓക്കെ, ടീം മെമ്പർ നിങ്ങളങ്ങ് തീരുമാനിച്ചു. വിഷ്ണു. അനുഷേറിന് വേറെ ആരെങ്കിലും പറയാനുണ്ടോ? ഇല്ല, 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 ഇല്ല. എന്റെ അനുഷേറിന് വേറെ ആരെങ്കിലും? ഇല്ല, പ്രിയപ്പെട്ട എന്റെ ചങ്ക്, നിങ്ങളല്ലാതെ പ്രിയപ്പെട്ട എന്റെ ചങ്ക് നീ വാ. ആദ്യം ഒരു സെൽഫി എടുത്തേ. പലക പോലെ ഇരിക്കണോ ഇവൻ first? റെഡി, ഇനി അങ്ങനെ എന്നെ എടുത്ത് തിരിഞ്ഞു ഇതാ, തിരിഞ്ഞോ? നീളത്തിൽ ഇനി കുപ്പി നോക്കരുത്. പക്ഷെ ടൈം അതിനകത്ത് നോക്കാൻ പറ്റില്ല ടനീഷ്. എന്താ പറയുക, നമ്മൾ ഇതിന് ചെയിൻ എടുക്കുമ്പോൾ ടൈം വേണ്ട, നിങ്ങൾ നോക്കിക്കോളാം. വേണ്ട. ടൈം നിങ്ങൾ നോക്കിക്കോളേ. റെക്കോർഡർ ഓൺ ചെയ്താൽ മതി, ആ. ഞങ്ങൾ അവിടെ നോക്കിക്കോളാം. ഇവിടെ റെഡി, പെൻസിൽ ഉണ്ട്, ഇവിടെ ബോട്ടിൽ. ഒരു പെൻസിൽ കൊടുക്കൂ. ഇത് പിടിക്കാം, മറിഞ്ഞു വീഴൂലേ? അതൊക്കെ പിടിച്ചോ. വിഷ്ണു റെഡി ആണല്ലോ? യെസ്, റെഡി. ഇനി അനങ്ങരുത്, അങ്ങനെ തന്നെ നിൽക്കുക, തിരിഞ്ഞു നോക്കരുത്. പെൻസിൽ എടുക്കാൻ ശ്രമിക്കൂ. റെഡി, സ്റ്റാർട്ട്. എടുത്തോ. ടൈമർ ഓൺ ആണ്. പെൻസിൽ കിട്ടി കഴിഞ്ഞു. അതൊക്കെ സ്ലോ മോഷൻ. കണ്ണാടിയിൽ നോക്കി. വളരെ കറക്റ്റ് ആണ്, വളരെ കറക്റ്റ് ആണ്. അല്ലടാ, അല്ലടാ. കുറച്ചുകൂടി ഇപ്പുറത്ത്. Nice. അതന്നെ, ഇട്ടോ, ഇട്ടോ, ഇട്ടോ. ഇട്ടോ. ഇതല്ലേ? Yes, അടുത്തടുത്ത് വേഗം. അതന്നെ കറക്റ്റ്. കുപ്പി തുടരുത്, കുപ്പി തുടരുത്. ഇട്ടോ. കുപ്പിയിൽ തുടരുത്. കുപ്പിയിൽ കൈ തൊട്ടാൽ ഔട്ടാണ്. അപ്പുറത്ത്, അപ്പുറത്ത്, കുറച്ചുകൂടി ഇപ്പുറത്ത്, ഇപ്പുറത്ത്. കറക്റ്റ് ആണ്. സൂപ്പർ, സൂപ്പർ. Left. അയലൊക്കത്തെ ബാബുന്റെ വീട്ടിലോട്ട് പോട്ടെ. ഇട്ടോ. എല്ലാരും ഒന്ന് കൈയടിച്ച് ക്യാമറ ഉയർത്തിപ്പിടിച്ചോ. 40 സെക്കൻഡ് കഴിഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. 40 സെക്കൻഡ് മൂന്നെണ്ണായിട്ടുണ്ട്. പെൻസിൽ തീർന്നേ. വെരി ഗുഡ്, വെരി ഗുഡ്. കൈ ഉയർത്തി, കൈ നീട്ടി വെക്കണം. കറക്റ്റ് കൈ നീട്ടി. കൈ ഇപ്പൊ അടുത്താണ്. ടൈം കഴിഞ്ഞു, ടൈം കഴിഞ്ഞു, ടൈം കഴിഞ്ഞു. 1 മിനിറ്റ് കൊണ്ട് 3 പെൻസിലുകളാണ്. സെൽഫി. സക്സസ് സെൽഫി. സക്സസ്. ഇതാണ് സക്സസ് സെൽഫി. ഇപ്പോഴും യെസ് ഗൈസ്, അങ്ങനെ ഞാൻ വീഡിയോ ലൈക്ക് ചെയ്യുക. അങ്ങനെ വീണ്ടും ഞാൻ ആരാണ് ഞാൻ തെളിയിച്ചു കഴിഞ്ഞു. റെഡി, അടുത്തത് ക്രിസ്. ക്രിസ്ത്യാട്ടൻ എല്ലാ പെൻസിലും ഇടുന്നുണ്ട്. ഓൺ ചെയ്തോളൂ. റെഡി, സ്റ്റാർട്ട്. ഒരു പെൻസില് തേടുകയാണ്, ഒരു പെൻസിലിന് വേണ്ടി. പെൻസിൽ കിട്ടി. കുറച്ചുകൂടെ ദൂരം നിൽക്കണേ. ഞാൻ നീ എവിടെ ഇപ്പുറത്തേക്ക്. അല്ല, അത് തന്നെ ഇട്ടോ. Ready? വേറെ പെൻസിൽ വെട്ടാൻ പോടെ. കുറച്ച് പെൻസിൽ കുറച്ചുകൂടി അപ്പുറത്തേക്ക്. ഇട്ടോ. അത് ആദ്യമേ 55 സെക്കൻഡ്. 55 സെക്കൻഡ്. 55 സെക്കൻഡ് കൊണ്ട് 6 പെൻസിലുകൾ. വെരി ഗുഡ്. 55 സെക്കൻഡിൽ ഇട്ടു അല്ലേ? അതാണ്. അടുത്തതായി യമുന ചേച്ചി. കണ്ണു കാണിക്കാൻ നൈസായിട്ട്. റെഡി, നല്ല ക്ലാപ്പ് കൊടുത്ത് തെറ്റിക്കുക. അയ്യോ, തിരിഞ്ഞൊക്കെ പാടില്ല കേട്ടോ. തിരിഞ്ഞു നോക്കരുത്. കറക്റ്റ് ആണ്. പൊക്കണം, പൊക്കണം. കൈ തൊടലേ, കൈ തൊടലേ, കൈ കൈ പൊക്കണം. പെൻസിലിന്റെ അറ്റം പിടിക്കണം. കൈ കുപ്പി തുടരുത്. വെരി ഗുഡ്. എമർജൻസി. വെരി ഗുഡ്. യെസ്. വെരി ഗുഡ്. സ്പീഡ്. 55 സെക്കൻഡ് മാറ്റണം. 55 സെക്കൻഡ് മീറ്റ് ചെയ്യണം. അല്ല കുറച്ചുകൂടെ. പെൻസിലിന്റെ അറ്റത്ത് പിടിച്ചിട്ട് കേറുവാ ചേച്ചി, ഇറങ്ങിപ്പോ ചേച്ചി, എങ്ങോട്ടേലും പോ ചേച്ചി.
സമയം പോണോ? അതെന്താ? സമയമുണ്ട്. ഞാൻ അർപ്പിച്ചു. ചേച്ചിക്ക് പറ്റൂല. ശ്ശെ. അല്ല ചേച്ചിക്ക് പറ്റും. ആ, പറ്റും. ചേച്ചി സമയമുണ്ടോ? ഞാൻ പറയാം. ചേച്ചിയുടെ സമയം. മനഃപൂർവ്വം എന്നെ തോൽപ്പിക്കാൻ കേട്ടോ അവൻ. ഇട്ടോ ഇട്ടോ അല്ല. ഇട്ടോ അല്ല. ഇട്ടോ ഇട് ഇടണ്ട. ഓ. ഞാൻ കിട്ടിയിരുന്നു. കൊറിയൻ ഭാഷ കൊറിയൻ ഭാഷ ഒരു നിമിഷം കൊറിയയിലേക്ക് പോയ പോലെ ഉണ്ട് കേട്ടോ. കൊറിയയിൽ വെച്ച് കണ്ടു. പക്ഷെ വേറൊരു കാരണം 4 റൂളിംഗ് പെൻസിലുകൾ പണ്ടത്തെ റൂളി പെൻസ്. അതെ അതെ. പണ്ട് പറയുമല്ലോ 4 പെൻസിലുകൾ ചേച്ചി വളരെ നിമിഷ നേരം കൊണ്ടിട്ടു. പിന്നെ എന്റെ ആ പ്രോത്സാഹനം കൊണ്ട് ചേച്ചി തകർന്നു. എനിക്ക് പണി കിട്ടിയ എനിവേ ഇതുവരെ ഇപ്പോൾ 55 സെക്കൻഡ് കൊണ്ട് 6 പെൻസിലിട്ട ക്രിസ് ആണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. ഇനി ക്രിസ് 55 സെക്കൻഡ് കൊണ്ട് 6 പേരിട്ടെങ്കിൽ 30 സെക്കൻഡ് കൊണ്ട് 30 പേരിടാൻ തയ്യാറായി ബീന ആന്റണി. ബീന ചേച്ചിയാ പറഞ്ഞത്. യമുന ചേച്ചി ഇറങ്ങി ഇത്ര ഇട്ടതാണ്. ആ സമയം ദീപനായിരുന്നു ഞാൻ ചേച്ചി കണ്ണാടിയുള്ളത് കണ്ണാടിയോ? മാറ്റിച്ച് കണ്ണാടി വെക്കണമെന്ന് ബീന ചേച്ചിക്ക് അത് കളിക്കണമെങ്കിൽ. അല്ല അത് ചേച്ചി അങ്ങനൊന്നുമില്ല. അല്ല അത് നമ്മളെ ചേച്ചി അല്ല ഇവള് എപ്പോഴും എനിക്ക് 60 വയസ്സെന്നാ പറയാറ്. മനസ്സിലായില്ല? ഇവള് ഈ നാദിറ നല്ല പ്രായം സമ്മതിക്കില്ല. അതങ്ങനെ അത് എവിടെ പോണോ? അല്ലല്ലോ ഇത് എടുക്കട്ടെ. കയ്യകലോ എന്റെ ചെറിയ കയ്യാണ്. ആ ചേച്ചി ചെറിയ കയ്യാ. റെഡി? എവിടെ ഒരു സെക്കൻഡ്. അയ്യോ കാണട്ടെ കുപ്പി. ഞാൻ ഒരു കാര്യം ചേച്ചിയാണ് ഇതിലോട്ട് കിട്ടാൻ. അല്ല പിന്നെ ഞാൻ എന്ത് പറയാം. പിടിച്ചോട്ടെ ഇതില് നമ്മൾ പിടിച്ചോളാം. ബന്ധം എനിക്ക് സഹായിച്ചു കൊടുക്കേണ്ടി വരും. പ്രഥമം തന്നെ അടിച്ചു കാണിക്കുന്നത് ആരാണ് പീന ചേച്ചി തോപ്പിക്കാനുള്ളത്? ആരാണ് പീന ചേച്ചി തോപ്പിക്കാൻ? എന്റെ പീന ചേച്ചി തോപ്പിക്കാൻ ആരാണുള്ളത്? വായുവിൽ ചിത്രങ്ങൾ വരയ്ക്കുന്ന കലാകാരി ബീന ആന്റണി. ബീന ആന്റണി കരുപ്പോ. 39 സെക്കൻഡ് കൊണ്ട് ഞാൻ പറഞ്ഞ എന്റെ ചേച്ചി കോറി കരുപ്പോ. എത്ര ടൈം? പെൻസിലുണ്ടാ പെൻസിൽ പോരാ ഗൈസ്. ഒരു 12 പെൻസിൽ വേണം. ചേച്ചി ഒരു കാര്യം പറയാം. യുവനാണ് കയറിയിരുന്നെങ്കിൽ ഞാനാണ് കേട്ടോ. കുപ്പി മാറ്റേണ്ടി വന്നത്. അതെ സത്യം. പക്ഷെ വേറെ കാര്യമുണ്ട്. ഉഗ്രനായിട്ട് കളിച്ചു. ചേച്ചിക്ക് ഒരു കണ്ണടയില്ല, ഒരു കൈവറക്കലും ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് നീ കളിച്ചു. എന്നെ കുറെ നേരമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നല്ല രസകരമായ ഗെയിമാണ് നടന്നുകൊണ്ടിരുന്നത്. വീണ ചേച്ചി ഞെട്ടിച്ചളഞ്ഞു. ഈ വെറും 31 സെക്കൻഡുകൾ കൊണ്ട് 6 പെൻസിലുകൾ ഇട്ടു എന്ന് പറയുന്നത് ശുഭം. 2ാം സ്ഥാനത്ത് 55 സെക്കൻഡുകൾ കൊണ്ട് 6 പെൻസിലിട്ട ക്രിസ് ഉണ്ട്. 3ാം സ്ഥാനത്ത് ഞാനല്ല യമുന. വളരെ മനോഹരമായിട്ട് 4 പെൻസിലിട്ടു. അതെ അതെ. അതെ അത് തീർച്ചയായിട്ടും അത് പ്രലോഭിച്ചു. ചേച്ചിയെ വഴിതെറ്റിച്ചു. ഭയങ്കര പ്രോത്സാഹനമായിരുന്നു. പക്ഷേ എനിക്ക് അഭിമാനം എന്റെ ചെറുക്കനെ ഓർത്തിട്ടാണ്. എവിടെ തോൽവിയാണ്? ഇട്ട് അവൻ 1 മിനിറ്റ് കൊണ്ട് 3 1 മിനിറ്റ് കൊണ്ട്. അല്ല പക്ഷേ വേറെ കാര്യമുണ്ട്. ആദ്യം മത്സരിക്കാൻ വരുന്ന ആളാണ് കുറച്ചുകൂടി റിസ്ക് ഉള്ളത്. അതെ. ബാക്കി ഇരിക്കുന്നവർ കുറച്ചുകൂടി ഈസി ആവും. ടെക്നിക്സ് ഒക്കെ ഏകദേശം നമുക്ക് മനസ്സിലാവും. പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞ ആശ്വസിക്കാം. വിജയുടെ സ്റ്റേറ്റ് തള്ളപ്പത്തി. അപ്പൊ ഇനിയിപ്പോ നമ്മള് ഇതങ്ങോട്ട് മാറ്റി വെക്കും. ഇപ്പൊ മാപ്പാക്കായല്ലോ. അല്ല ചേട്ടാ പ്രൈസ് ഇല്ലേ? ലാസ്റ്റ് തരും. അപ്പൊ ഇൻസുലിൻ കൊടുത്തേ. പുള്ളിക്ക് ബിരിയാണി കിറ്റായിട്ട് പോകാനോ പ്രൈസ് തന്നില്ലാന്ന് വെക്കരുത്. വേണ്ടടി എനിക്ക് വേറെ പ്രൈസ് സമ്മാനം. മിൽമയുടെ പ്രൈസ് മതി. സ്കൂളിൽ പഠിച്ചപ്പോ ചെവിട്ടിലിടാൻ അറിയുള്ളൂ, എഴുതാനറിയില്ല. മിൽമയുടെ മതി. നിനക്ക് സ്നേഹം മാത്രം മതി. ഇതിന്റെ പൈസ താഴെ കയറലിന്റെ കൗണ്ടറിൽ അവള് കൊടുത്തിട്ടുണ്ട്. വഴി കിടക്കണ തേങ്ങ എടുത്ത് ഗണപതി കഴിക്കുന്ന പരിപാടിയാണ്. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവർഡ് ബൈ അമൃതവേണി KSFE, ഭീമ ജ്വൽസ്, പങ്കജ കസ്തൂരി ഓർത്തോ ഹെർബ് ആൻഡ് കേരള ബാങ്ക്.
അപ്പോ നമ്മള് വിശേഷങ്ങൾ പറഞ്ഞു, വാമപ്പ് ചെയ്തു, ഇനിയിപ്പോ കുക്കിംഗ്. Yeah. ആ അത് പറയുമ്പോ ചില ആൾക്കാരുടെ മുഖമൊക്കെ അങ്ങ് ഇല്ല, ഇത് തുടങ്ങിയപ്പോ നമ്മള് സീരീസിൽ ഒരു കാര്യം പറയട്ടെ, പാചകം കാണാൻ ഒരുപാട് പേരുണ്ട്. നമ്മുടെ പാചകം വളരെ പ്രത്യേകമായിട്ട് ഒരു സെക്കൻഡ് പോലും മാറിപ്പോകാതെ കാണാനും അതിന്റെ ആ റെസിപ്പി മനസ്സിലാക്കാനും അവർ ട്രൈ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നു അറിയാൻ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി നമുക്ക് കുറച്ച് എന്താ പറയാ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഡിഷസ് ഉണ്ടാക്കാം. ഒരു കുറച്ച് ഈസി ആയിട്ടുള്ള സിമ്പിൾ. എലഗന്റ് ഈസി. അപ്പൊ എന്തായിരിക്കും? ചേച്ചി യമ്മിയും കൂടി ആയിരിക്കണം. യമ്മി യമ്മി. എമ്മനെ യമ്മി ആയിരിക്കണം. യമ്മി യമ്മി. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു സാലഡ് ആവാം അല്ലേ? ഒരു തുടക്കം. സാലഡ് ശരിയാ. ഓക്കെ അല്ലേ? തുടക്കത്തിൽ Why not? സാലഡ് വളരെ സിമ്പിൾ. ഓക്കെ ഓക്കെ. റെഡി. അപ്പൊ അങ്ങനെ ആര് കുക്ക് ചെയ്യും? അത് നമുക്ക് പറയാമല്ലോ. നമുക്ക് നിങ്ങൾ മനസ്സിലൊന്ന് പ്ലാൻ ചെയ്തോളൂ. ചെയ്തോളാം. ഇതൊക്കെ ചെയ്യണം. വിഭവങ്ങളെല്ലാം നമ്മുടെ അറിയാലോ. നമ്മുടെ അടുക്കളയിൽ ഈ പറഞ്ഞ പോലെ എല്ലാ ഈ സാധനങ്ങളും ഉണ്ടല്ലോ. പറ്റാത്ത കലവറയാണ് നമ്മുടെ കാമധേനു ഇങ്ങനെ ചുരിയുന്നത് പോലെ നമ്മുടെ എല്ലാ വിഭവങ്ങളും നിങ്ങൾ എന്ത് ആവശ്യപ്പെട്ടാലും ഇവിടെ ഞങ്ങൾ സജ്ജരാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അടുക്കളയുടെ പിന്നാമ്പുറങ്ങൾ നമ്മുടെ സ്റ്റോർ റൂമിൽ ധാരാളം വിഭവങ്ങൾ തയ്യാറാക്കാനുള്ള കൂട്ടുകൾ റെഡിയാണ്. അപ്പോൾ സാലഡ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നു. എനിക്ക് ഇന്നിപ്പോ നമുക്ക് മത്സരിക്കാൻ ആദ്യം പോകേണ്ടത് 2 ടീമാണ് ഇന്ന് മത്സരിക്കേണ്ടത്. പ്രിയപ്പെട്ട ക്രിസ് ആൻഡ് വിഷ്ണു. ഓൾ ദ ബെസ്റ്റ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് സാലഡ് റൗണ്ടാണ്. സാലഡ് റൗണ്ട് എന്ന് പറയുമ്പം ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ തന്നേക്കാം. എന്തായാലും കുക്കിംഗ് ടൈം വളരെ കുറച്ചേ ഉള്ളൂ. സാലഡ് എന്ന് പറയുമ്പം 5 തരത്തിലാണ് സാലഡ് വരിക. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ അറിയാവുന്നത് ഗ്രീൻ സാലഡിൻ്റെ വെറൈറ്റിയിൽ വരും. അതിനകത്ത് വാട്ടർ ക്രെസ്സോ അല്ലെങ്കിൽ നമ്മൾ ക്യാബേജ് പോലത്തെ ലീഫി വെജിറ്റബിൾസോ അല്ലെങ്കിൽ ലീവ്സ് തന്നെ ഉറുഗുല പോലത്തെ ലീവ്സ് യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ലീഫുള്ള സാലഡ്സ് ഉണ്ട്. മെഡിറ്ററേനിയൻ റീജിയനിൽ അതാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. അതിൻ്റെ കൂടെ തക്കാളിയൊക്കെ വെച്ച് സെർവ് ചെയ്യും. പിന്നെയുള്ള സാലഡ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ സാലഡാണ്. വെജിറ്റേറിയൻസിന് ചീസ് ഉള്ളതും നോൺ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ ചിക്കൻ പോലുള്ള സാലഡ്സ് വരും. അതിനകത്ത് സീസർ സാലഡ്, ഇറ്റാലിയൻ സാലഡ്സ് ഒക്കെ അങ്ങനത്തെ ടൈപ്പിൽ വരും. പിന്നെ ഉള്ളത് ഫ്രൂട്ട് സാലഡാണ്. അതിനകത്ത് ഫ്രൂട്ട്സ് മാത്രമാണ് ഉണ്ടാവുക. പിന്നെ വരുന്നത് നമുക്ക് മിക്സഡ്, അപ്പോൾ അതായത് ഫ്രൂട്ടും വെജിറ്റബിളും മിക്സ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ബേസിക് റൂളും കൂടെ പറഞ്ഞുതരാം. നമുക്ക് സാലഡിന് എപ്പോഴും ഒരു സാലഡ് ഡ്രസ്സിങ് വരും. ഡ്രസ്സിങ് ഉണ്ടെങ്കിലേ അത് സാലഡ് ആവുന്നുള്ളൂ. അപ്പോൾ അതിന് ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് വിനീഗറേറ്റാണ്. വിനീഗറേറ്റിൻ്റെ പ്രൊപ്പോർഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പാർട്ട് ഓയിൽ ഉണ്ടെങ്കിൽ 1 പാർട്ട് വൈറ്റ് വൈൻ വിനീഗർ അല്ലെങ്കിൽ ബൾസാമിക് വിനീഗർ അല്ലെങ്കിൽ ആപ്പിൾ സൈഡർ വിനീഗർ അല്ലെങ്കിൽ റെഡ് വൈൻ വിനീഗർ. ഇങ്ങനെ വിനീഗറിൻ്റെ ടൈപ്സിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓരോന്നിൻ്റെയും ടേസ്റ്റ് വേറെ വേറെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് വൈറ്റ് വൈൻ വിനീഗറിലുള്ളൊരു വിനീഗറേറ്റാണ്. സോ ഇന്ന് ചെയ്യാൻ പോകുന്ന ഡിഷിൻ്റെ പേരാണ് എന്താണ്? ഗ്രിൽഡ് വാട്ടർമെലൻ സാലഡ്. ഗ്രിൽ വാട്ടർമെലൻ സാലഡ്. അപ്പോൾ ഇതിനകത്ത് ആവശ്യമുള്ളത് വാട്ടർമെലൻ വേണം, ക്യൂക്കമ്പർ വേണം, ഫെറ്റ ചീസ് വേണം പ്രോട്ടീനിന് വേണ്ടിയിട്ട്. സോ ഇതൊരു മിക്സഡ് സാലഡിൻ്റെ വെറൈറ്റിയിൽ വരിക. പിന്നെ വിനീഗറേറ്റിന് വേണ്ടിയിട്ടുള്ള സവാള ഉണ്ടാവും. പിന്നെ ആ ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ട് നട്ട്സ് ഉണ്ടാവും, പൊടിച്ച നട്ട്സ് ഉണ്ടാവും. പിന്നെ വിനീഗറേറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന വൈറ്റ് വൈൻ വിനീഗർ, ഓലിവ് ഓയിൽ, കുറച്ച് ഓറിഗാനോ, കുറച്ച് ബേസിൽ, പിന്നെ 1 സ്പൂൺ ഡീജോൺ മസ്റ്റേർഡാണ് വേണ്ടത്. പക്ഷേ ഇപ്പോൾ നമ്മൾ സാധാരണ മസ്റ്റേർഡ് യൂസ് ചെയ്യുന്നു. കുറച്ച് ഡിൽ, കുറച്ച് പുതിന. ഇതിനെ നമ്മൾ ആ ഓയിൽ വിനീഗർ മിക്സിൻ്റെ ആ പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്യുമ്പം വി ഗെറ്റ് എ ഡ്രസ്സിങ് ഓയിൽ. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ സാലഡ് തുടങ്ങാൻ പോകുന്നത്. ലെറ്റ് സ്റ്റാർട്ട്. ആദ്യം നമുക്ക് വാട്ടർമെലൻ ഗ്രില്ല് ചെയ്യണം. അപ്പോൾ അതൊരു ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ വാട്ടർമെലൻ വെച്ച് കൊടുക്കുക. ഇതെന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ വാട്ടർമെലന് അതിൻ്റെ സ്വീറ്റ്നെസ് കുറച്ചുകൂടെ കൂടും. വാട്ടർമെലൻ ഗ്രില്ല് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഫ്രൂട്ട് ഷുഗർ ഉണ്ട്. അപ്പോൾ ആ ഫ്രൂട്ട് ഷുഗറിനെ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പം വാട്ടർമെലന് കുറച്ചുകൂടെ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ടേസ്റ്റ്. സാധാരണ നമുക്ക് വാട്ടർമെലൻ കഴിക്കുമ്പം നമുക്ക് നോർമൽ വെള്ളം കൂടുതലും മധുരം കുറവുമായിട്ടുള്ളതായിട്ട് തോന്നും. അത് എപ്പോഴാണോ നമ്മൾ അതിനെ ഗ്രില്ല് ചെയ്യുന്നത് അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ ഇത് പല സ്ഥലത്തും ഇപ്പോൾ പൈനാപ്പിൾ ഫ്ലാംബേ കഴിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. എന്തെങ്കിലും ഒരു ആൽക്കഹോളിൽ പെർട്ടിക്കുലറായിട്ട് ഷുഗർ സിറപ്പിലുള്ള പൈനാപ്പിളിനെ തീ വെച്ച് കത്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. അതിനെ ഫ്ലാംബേ എന്ന് പറയും. അതുപോലെ ഇത് ഗ്രില്ലിംഗ് ടെക്നിക്കിലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മൾ തവ യൂസ് ചെയ്ത് ഗ്രില്ല് ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് ചാർ ചെയ്ത് പ്രോപ്പറായിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുതലായിരിക്കും. എപ്പോഴെങ്കിലും ബാർബിക്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർമെലൻ ബാർബിക്യൂ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് തന്നെ.
എല്ലാം പറഞ്ഞതുപോലെ. അല്ല, ഇന്ന് ഏട്ടനൊരു പ്രത്യേകതയൊക്കെ കാണുന്നുണ്ടോ? നിങ്ങൾ വെറൈറ്റിയിലാണ് ഏട്ടൻ ഇന്ന് വന്നത്, കണ്ട താടിയൊക്കെ അങ്ങ് പിന്നിയിട്ട് വേറൊരു ലുക്കിലാണ് വന്നത് അല്ലേ? ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത്? അപ്പൊ ഇതിങ്ങനെ കരിഞ്ഞു വരണോ അല്ല ജസ്റ്റ് ഗ്രില്ലുണ്ടെങ്കിൽ നമുക്ക് ഗ്രിൽ ലൈൻസ് കാണാൻ നല്ല രസമാണ്, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറും. ഇതിപ്പോൾ ചെറുതായിട്ട് റെഡിന്ന് ലൈറ്റ് ഓറഞ്ച് കളർ ആവും, അപ്പോൾ അത് കുക്കായി എന്നർത്ഥം. ഇപ്പോൾ ഇവിടെ എല്ലാം കുക്കായി, അത്രയും കുക്കായാൽ മതി. ഇനി അടുത്ത സ്ലൈസ് ചെയ്യാം. അപ്പോൾ ഇതിന് ഇനി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റും. അപ്പോൾ ഇത്ര പോലെ ആവണ്ടോ? ജസ്റ്റ് അത് മാറ്റി അടുത്ത 2 സ്ലൈസും കൂടെ ഉണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിൽ ഇതായി ആവണ്ടേ? ഇല്ല, അകത്ത് ആ ഷുഗർ, അതിൻ്റെ ഫ്രൂട്ട് ഷുഗർ അതിനകത്ത്. ഞങ്ങൾ സംസാരം കുറച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. എൻ്റെ സംസാരം കൂടുതൽ വന്നാൽ ഇനി വേറെ കമൻസുകളൊന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പം നമ്മൾ അല്ലേ, പിന്നെ നിങ്ങളോട് ചോദിക്കാനാണെങ്കിൽ ഓക്കെ, ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, എന്തൊക്കെ ചെയ്തു, ഓണം ഗംഭീരായില്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു ഓണ പരിപാടികളും, ഓണക്കളികളും, ഓണത്തല്ലും, ഓണസദ്യയും ഇല്ലേ, അതൊക്കെ ചോദിക്കുന്നത്. ഓണത്തല്ല് അതിഗംഭീരമായി നടന്നു. നമ്മൾ ഒരുപാട് സമയം ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കണ്ടെന്ന് കരുതിയിട്ടാണ് ആദ്യം റെസിപ്പീസൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഉണ്ടാക്കുന്ന രീതി ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാത്തത്. അത് കേൾക്കുമ്പോൾ തന്നെ ബോറടിക്കുമല്ലോ, അതുകൊണ്ടാണ്. അത് ഇത്ര ചെറുങ്ങനെ വേണം, ഇത്ര വലിയ, അങ്ങനെ സൈസിന്റെ ബൈറ്റ് സൈസ് സാലഡ് എപ്പോഴും ബൈറ്റ് സൈസ് ആയിരിക്കണം. നമുക്ക് കഴിക്കാൻ പറ്റണം, സ്പൂണിലെടുത്ത് കഴിക്കാൻ പറ്റണം, അല്ലെങ്കിൽ കൈ കൊണ്ട് കഴിക്കാൻ പറ്റണം. സാലഡ് ഫിംഗർ ഫുഡ് ആകുമ്പോഴും നമ്മൾ കൈ കൊണ്ട് കഴിക്കാൻ പറ്റണം. നന്ന ചെറുതും ആവാൻ പാടില്ല, നന്ന വലുതും ആവാൻ പാടില്ല. നമുക്ക് കടിച്ച് തിന്നാൻ പറ്റണം, അല്ലെങ്കിൽ സൂപ്പായി പോകില്ലേ. ഇന്നൊരു പാട്ടൊക്കെ ആവാം. നമ്മൾ സംസാരം മാത്രം കുറച്ചാൽ മതി, പാട്ട് പാടണ്ടാവെന്ന് ആരും പറഞ്ഞില്ല അല്ലേ? ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നാ ശരി, പൂക്കളൊക്കെ ഉള്ളൊരു പാട്ട് പാടാം എന്ന് പറഞ്ഞ് പാടിയതാ. ഞാനും എൻ്റെ ആളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. അപ്പോൾ ചുട്ട വാട്ടർ മെലണും കൂടെ കുക്കുംബർ സ്ലൈസും ഫെറ്റയും ചേർത്ത് നമ്മൾ സാലഡ് ഉണ്ടാക്കി. സാലഡിലാണ് വിനീഗറിട്ട് വേണം. സവാളയിട്ട് ഞാനൊന്നു മിക്സി, മിക്സി, പിന്നെ അവളൊന്ന് മിക്സി, ഏട്ടനും മിക്സി. നമ്മളത് മിക്സ് ചെയ്യാൻ പോകണം. കുക്കുംബർ, തണ്ണിമത്തൻ, സവാള. 38 പേരുടെ മതി. എന്തിനാ? ഞാനും എന്റെ ആളും പിന്നെ 40 പേര്, 2 പേര് വന്നു. 38 പേരും കൂടെ ആയിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയി. എന്തൊക്കെ ക്ലാസ്സുകൾ അവിടെ നടക്കണേന്നാ, പ്രേക്ഷകർ എന്തൊക്കെ സഹിക്കണമെന്നാ. എന്തെങ്കിലുമൊക്കെ അവർ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചു. എന്തായി സാലഡ്? എന്തായി സാലഡ് നന്നായിട്ട് നടക്കുന്നു. റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാലഡിന്റെ പേരൊന്ന് പറയാമോ?
ടെൻഷൻ ഗ്രിൽഡ് അടിക്കല്ലേ വാട്ടർമെലൺ സാലഡ് ഗ്രിൽഡ് വാട്ടർമെലൺ സാലഡ് ഗ്രിൽഡ് വാട്ടർമെലൺ എന്നാ പറ്റിയടാ അത് തന്നെ സാരമില്ല ഇറ്റ്സ് ഓക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇല്ല എന്നാ ശരി അങ്ങനെയാണെങ്കിൽ വൈറ്റ് വൈൻ വിനീഗറേറ്റും കൂടെ ഇതിന്റെ കൂടെ ഉണ്ടാവും ആരാ വൈറ്റ് വൈൻ വിനീഗറേറ്റ് എന്നിട്ട് വിളിക്കേ അല്ല വേണ്ട വിളിക്കട്ടെ അതൊരു സൈഡിൽ കിടന്നോട്ടെ പാവം അല്ല പൊതുവെ സാലഡ് നമ്മൾ കഴിക്കുന്നത് നമുക്ക് ആകെ അറിയാവുന്ന ബിരിയാണിയുടെ കൂടെ ഇട്ട മറ്റേ സവാള അരിഞ്ഞിട്ടുള്ള സാലഡ് അല്ലെങ്കിൽ നമ്മൾ റായ്ത്ത കഴിക്കും ഇതേ കഴിക്കാറുണ്ട് പക്ഷേ വെസ്റ്റേൺ വേൾഡിൽ ഇത് തന്നെയാണ് ഒരു പ്രോപ്പർ മീലായിട്ട് വേണേൽ കഴിക്കുന്നത്. അപ്പോൾ പിന്നെ അതിന് നമുക്ക് ആ ഒരു സ്റ്റൈലിൽ ഒരു ഗ്രിൽഡ് വാട്ടർമെലൺ സാലഡ് ആക്കാം. അതിൻ്റെ കൂടെ പ്രോട്ടീന് വേണ്ടിയിട്ട് ഫെറ്റ ചീസ് ആഡ് ചെയ്യാം. അപ്പോൾ ഫ്രൂട്ടായി ഇതായി പ്രോട്ടീനായി. അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിളിന് വേണ്ടിയിട്ട് ക്യൂക്കമ്പറായി. എന്നിട്ട് അതിൻ്റെ കൂടെ നല്ലൊരു വൈറ്റ് വൈൻ വിനീഗറും. അപ്പം നല്ല ഇങ്ങനെ അങ്ങനെ ആക്കാറായോ? ഇല്ല ആയിട്ടില്ല. ഇനി അതിൻ്റെ ആ ക്രീമിനെസ്സിന് വേണ്ടി അവക്കാഡോയും കൂടെ മിക്സ് ചെയ്യും. എനിക്കാടോ ഇത് അവക്കാടോ എനിക്ക് തോന്നുന്നു ഡയറ്റിന്റെ ഭാഗമായിട്ടൊക്കെ കുറെ ആൾക്കാർ ഇപ്പം ഈ സാലഡ് ഒക്കെ നമ്മുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്ത് തുടങ്ങി. ഡയറ്റ് എന്നല്ല, ഇതല്ലാതെ തന്നെ സാലഡ് കഴിക്കുന്നതിൻ്റെ പല രീതികളാണ്. അപ്പോൾ അത് ആദ്യം പറഞ്ഞിരുന്നു. നമുക്ക് 5 തരം സാലഡാണ് വരിക. ഈ 5 തരം സാലഡ് എന്ന് പറഞ്ഞാൽ ലീഫി വെജിറ്റബിൾസ് മാത്രമുള്ള സാലഡ് ഉണ്ടാവും, പ്രോട്ടീൻ മാത്രമുള്ള സാലഡ് ഉണ്ടാവും, ചിക്കൻ സാലഡ്, സീസർ സാലഡ് പോലുള്ള, അല്ലെങ്കിൽ വെജിറ്റേറിയൻസിനാണെങ്കിൽ ഗ്രിൽഡ് പനീർ അല്ലെങ്കിൽ ഫെറ്റ ചീസ് പോലത്തെ സാലഡ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ തക്കാളിയും മോസറേല ചീസും കൂടെ വെച്ചിട്ട് കഴിക്കുന്നത് അതും സാലഡായിട്ട് തന്നെ കണക്കാക്കാം. ഇത് കൂടാതെ ഫ്രൂട്ടിൻ്റെ സാലഡ് ഉണ്ടാവും, പല ഫ്രൂട്ട്സും നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റും. അതല്ലാതെ മിക്സ്ഡ് സാലഡ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സാലഡ്സ് വരും. അങ്ങനെ 5 തരം സാലഡ് വരുന്നതിന് പലതരം വിനീഗറേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വൈറ്റ് വൈൻ വിനീഗറേറ്റ് ആണ്. എന്തായാലും ഉഷാറാവട്ടെ. കോസ്റ്റ്യൂം നല്ല രസമുണ്ട്. പിന്നെ ഞങ്ങൾ ഞങ്ങൾ തമ്മിൽ അടികൂടിക്കൊണ്ട് ഞങ്ങൾ കുക്കിംഗ് ഇഷ്ടപ്പെടും. അത് തന്നെ. കാരണം ഞാൻ കുക്ക് ചെയ്യണമെങ്കിൽ കരിഞ്ഞു പുള്ളിക്കാരി കുക്ക് ചെയ്യുമ്പോൾ ഞാൻ അല്ല തീ അധികം വന്നാ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചോണ്ട് തെറ്റല്ലല്ലോ. അതൊരു തെറ്റല്ല. ഇനി അടി കൂടണം. ഞങ്ങൾക്ക് അതാണ് വേണ്ടത്. എല്ലാവർക്കും അതാ വേണ്ടത്. കേട്ടില്ലേ എടുത്തോളാം. ശരി, അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം. വരണം. തലയാട്ടെ ആ തലയാട്ടയിൽ നിന്ന് എന്തോ ഇല്ലില്ല, ഞങ്ങൾ കാത്തിരിക്കുന്നതാണ്. നിങ്ങളുടെ രുചിയേറിയ വിഭവത്തിന് വേണ്ടിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ കാണാം. നല്ല വിശപ്പുണ്ട്. പെട്ടെന്ന് ആക്കിക്കോളൂ കേട്ടോ. ഓക്കെ ശരി. വിശപ്പിന് കഴിക്കാൻ സദ്യ അല്ലേ ഇത്? അപ്പോൾ നമ്മൾ ഫെറ്റ ചീസ് ആഡ് ചെയ്തു. ഇത് അവിടെ തന്നെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ വിനീഗറേറ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ വിനീഗറേറ്റ് എസെൻഷ്യലി നേരത്തെ പറഞ്ഞ പോലെ പ്രപ്പോർഷൻ ഓയിൽ ടു വിനീഗർ പ്രപ്പോർഷൻ 1:3 ആണ്. അതായത് 1 പാർട്ട് വിനീഗറിന് 3 പാർട്ട് ഓയിൽ. അതിൻ്റെ കൂടെ ലെമൺ സെസ്റ്റ്, കുറച്ച് ലൈം വേണമെങ്കിൽ, പുളി വേണം എന്നുണ്ടെങ്കിൽ. പക്ഷേ വൈറ്റ് വൈൻ വിനീഗർ യൂസ് ചെയ്യുന്ന കാരണം ലെമൺ നമ്മൾ സെസ്റ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ലെമൻ്റെ തോലിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. പുറം തോടിന്ന് കുറച്ച് നമ്മൾ എടുത്തിട്ട് അതായിരിക്കും മറ്റേ വിനീഗറേറ്റിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മസ്റ്റേർഡ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടാവും. ഇതിൽ നമ്മൾ ഒരു നുള്ള് മസ്റ്റേർഡ് നമ്മൾ കടുക് അരച്ചതാണ്. കുറച്ച് ആ ഒരു ഹീറ്റിന് വേണ്ടി മാത്രം. ഇത് ഓറിഗാനോ, ജസ്റ്റ് ഫ്ലേവറിന് വേണ്ടി മാത്രം. കുറച്ച് ബേസിൽ, പിന്നെ ഫ്രഷ് മിൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ അധികം ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ ലെവൽ മാത്രം ആഡ് ചെയ്യുന്നത്. മിൻറ്റ് ലീവ്സ് ആഡ് ചെയ്തു. ഇനി ലെമൺ സെസ്റ്റ് വേണം. അപ്പോൾ ഈ ചെറിയ സൈഡിൽ വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് സെസ്റ്റ് മാത്രം എടുക്കുകയാണ്. ഇത്രയും എടുത്തു കഴിഞ്ഞാൽ ലെമൺ സെസ്റ്റായി. ഇത്രയും മതി ആ ഒരു ലെമണിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ലെമൺ സെസ്റ്റ് ആഡ് ചെയ്തത്. ഇനി സോൾട്ട്, പെപ്പർ വേണം. പെപ്പർ ഇടാൻ കുറച്ച്,
അപ്പോൾ നമ്മൾ ലെമൺ സെസ്റ്റ്, മസ്റ്റേർഡ്, മിൻറ്റ്, ഒറിഗാനോ, ബേസിൽ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തു. ഇനിയാണ് ആ പ്രപ്പോർഷനിൽ മിക്സ് ചെയ്യാൻ പോകുന്നത്. ഓലിവ് ഓയിൽ 1:3, അതാണ് 3 പാർട്ട് ഓയിലിന് 1 പാർട്ട് വിനീഗർ. അപ്പോൾ 3 പാർട്ട് ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓലിവ് ഓയിൽ 150 ml യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇതിൽ 150 ml എടുക്കുകയാണ്. ഇതിന് 50 ml ആണ് വിനീഗർ ആഡ് ചെയ്യുന്നത്. അത് മതി അപ്പോൾ. ഇത് വൈറ്റ് വൈൻ വിനീഗറാണ്. അപ്പോൾ വൈറ്റ് വൈൻ വിനീഗർ നമ്മൾ 50 ml ആഡ് ചെയ്യാണ്. സോ ഈ വിനീഗറേറ്റിൻ്റെ കോമ്പിനേഷൻ ഇതാണ്. ഇനി ഇതിനെ പ്രോപ്പറായിട്ടൊന്ന് വിസ്ക് ചെയ്യാൻ പോവാം. ഇങ്ങനെ വിസ്ക് ചെയ്യുമ്പം ഈ അസറ്റിക് ആസിഡും ഓയിലും കൂടെ ഇമൾസിഫൈ ആവും. അതാണ് നമ്മൾ സാലഡ് ഡ്രസ്സിംഗ് ആയിട്ട് വരിക. അപ്പോൾ ഇനിയാണ് ടെസ്റ്റ്. പുളിപ്പ്, ഉപ്പ് എല്ലാം അല്ലേ. അപ്പോൾ വൈറ്റ് വൈൻ വിനീഗറിലെ വിനീഗറേറ്റ് റെഡിയാണ്. ഇത് സാലഡിലേക്ക് ഒഴിക്കുമ്പോൾ ഇതിൻ്റെ പുളിപ്പും ഇതിൻ്റെ ആ ഒരു വൈനിൻ്റെ ടേസ്റ്റും വാട്ടർമെലണിൻ്റെ കൂടെ ഉള്ള ആ ഒരു റോസ്റ്റ് ഫ്ലേവറും അവക്കാഡോൻ്റെ ക്രീമിനെസ്, പ്രോട്ടീനിന് വേണ്ടിയിട്ട് ഫെറ്റ ചീസ്, ദി സാലഡ് യു ഷുഡ് ട്രൈ ആൻഡ് ഹാവ്. അപ്പോൾ ഇത് ഇനി നമുക്ക് പ്ലേറ്റിങ്ങിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ സാലഡ് സെർവ് ചെയ്യുന്നതിന് അപ്പോൾ റോസ്റ്റ് വാട്ടർമെലൺ, ഫെറ്റ ചീസ്, ക്യൂക്കമ്പർ, അതിൻ്റെ കൂടെ ക്രഞ്ച്നെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ മേളിൽ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്യും. അത് യൂഷ്വലി നമുക്ക് ആ ക്രഞ്ച്നെസ്സിന് വേണ്ടി മാത്രമാണ്. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ സാലഡ് ബോളിൽ പിന്നെ സെർവ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വാട്ടർമെലൺ വെള്ളം റിലീസ് ചെയ്യും. അപ്പോൾ സാലഡ് സോഗി ആവും. അപ്പോൾ ആ സോഗി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റാണ് ഇതിനെ സെർവ് ചെയ്യുന്നത്. ടു ടോപ്പ് ഇറ്റ് അപ്പ് നമ്മൾ കുറച്ച് നട്ട്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാലഡ് നമ്മൾ ഡ്രസ്സിങ് നമ്മൾ ഒഴിക്കേണ്ടത് കഴിക്കുന്നതിന് തൊട്ട് മുന്നെയാണ്. നേരത്തെ ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കരുത്. അപ്പോൾ ഇന്ന് സാലഡിനെ കുറിച്ച് നമ്മൾ കുറേ സംസാരിച്ചു. ഇത് എങ്ങനെയാണ് നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഴിക്കാമെന്നുള്ളത്. അതിൽ പലതരം വിനീഗർ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇത് വൈറ്റ് വൈൻ വിനീഗറാണ് ഇപ്പോൾ യൂസ് ചെയ്തത്. ഇതിന് പകരം നിങ്ങൾക്ക് ബൾസാമിക് വിനീഗർ യൂസ് ചെയ്യാം, ആപ്പിൾ സൈഡർ വിനീഗർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റെഡ് വൈൻ വിനീഗർ യൂസ് ചെയ്യാം. അപ്പോൾ ഓരോന്നിനും ഓരോ ടേസ്റ്റാണ്. അപ്പോൾ അതിൽ ഓരോന്നിനും ഗുണങ്ങളും അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ആപ്പിൾ സൈഡർ വിനീഗർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെല്ലാം അതാണ് യൂസ് ചെയ്യുന്നത്. സോ ആപ്പിൾ സൈഡർ വിനീഗർ യൂസ് ചെയ്യണമെന്നുള്ള ആൾക്കാർക്ക് അത് യൂസ് ചെയ്യാം, അത് വിനീഗറേറ്റായിട്ട് യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ വളരെ ഹെൽത്തി ആയിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെയാണ്. അതുകൊണ്ട് ദോഷമൊന്നും ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് ലൈറ്റായിട്ട് കുറച്ച് ഡില്ലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, വിനീഗറേറ്റിൻ്റെ ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. സോ ഇറ്റ് ഈസ് റെഡി. അപ്പോൾ വൈറ്റ് വൈൻ വിനീഗറേറ്റ് വിത്ത് റോസ്റ്റഡ് വാട്ടർമെലൺ സാലഡ്, അതിൽ അവക്കാഡോ, ഫെറ്റ ചീസ്, അതിൻ്റെ കൂടെ കുറച്ച് അണിയൻസ്, പിന്നെ നമുക്ക് വേണ്ട ടേസ്റ്റുള്ള സോൾട്ടും പെപ്പറും എല്ലാം ഉണ്ട്. അപ്പോൾ ഇനി കഴിക്കാം, എൻജോയ് ചെയ്യാം. താങ്ക് യു. നിങ്ങൾ എത്രയും സമയം വിചാരിച്ചിട്ടുണ്ടാവും ഇതെന്താ ഇങ്ങനെ സൈലൻ്റ് ആയത് അല്ലേ? കാര്യമായിട്ടൊന്നുമില്ല, ഇതിനെപ്പറ്റി എനിക്ക് വലിയ അറിവൊന്നുമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ആയ സ്ഥിതിക്ക് നമ്മളെ ആ പാട്ടൊന്ന് പൂർത്തിയാക്കൂ. ആ, അപ്പോൾ ഏത് പാട്ടായിരുന്നു നമ്മൾ പാടിക്കൊണ്ടിരുന്നത്? ഞാനും ഞാനും എല്ലാളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി, കപ്പലിലാണേ ആ കുപ്പായക്കാരി, പങ്കായം ഞാനൊന്നു നോക്കി, ഞാനൊന്നു നോക്കി അവൾ എന്നെയും നോക്കി, 40 പേരും ശിഷ്യന്മാരും ഒന്നിച്ചു നോക്കി. എന്തിനു വേണ്ടി? സലാഡിന് വേണ്ടി. അമ്മേ. ഈ ഗ്ലാസിൻ്റെ പേരാണ് വൈൻ ഗോബ്ലെറ്റ്. ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ വൈൻ പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്യും, അതിൻ്റെ ടേസ്റ്റ് മാറും. അതുകൊണ്ട് ഇവിടെ കൈ കൊണ്ട് തൊടാൻ പാടില്ല. അതുകൊണ്ട് അതിൻ്റെ സ്റ്റെമ്മിലാണ് പിടിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് വൈൻ ഗോബ്ലെറ്റ്സ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോ ആൽക്കഹോളിൻ്റെ കപ്പിനും അതിൻ്റെ ഓരോ ഷേപ്പിന് അർത്ഥമുണ്ട്. അത് ഓരോന്നും കഴിക്കുന്ന ഓരോ രീതിയിലാണ്.
ഇതിപ്പോൾ നമ്മൾ വൈറ്റ് വൈൻ വിനീഗർ ആയതുകൊണ്ട് വൈൻ ഗോബ്ലെറ്റ് യൂസ് ചെയ്തേ ഉള്ളൂ. സോ റെഡി. Milma presents Fira Food Celebrity Kitchen Magic Season 3, powered by അമൃതവേണി KSFE, Bima Jewels, Pankaj Kasturi, Ortho Herb and Kerala Bank. grilled watermelon salad. Yeah. ഇത് ജ്യൂസ് ആണോ? അല്ല, ഇത് വിനീഗറേറ്റ് ആണ്. ഒരു സാലഡിന് എപ്പോഴും ഡ്രസ്സിങ് ഒരിക്കലും മിക്സ് ചെയ്ത് കൊണ്ടുവരരുത്. സാലഡ് വേറെ അതിൻ്റെ ഡ്രസ്സിങ് വേറെ ആയിരിക്കും. എന്നിട്ട് കഴിക്കുന്ന സമയത്ത് മാത്രമേ മിക്സ് ചെയ്യാവൂ. കാരണം ഇതിനകത്ത് വിനീഗറേറ്റിൽ 1:3 പ്രപ്പോർഷനിൽ ഓലിവ് ഓയിലും ആസിഡും കൂടെ ഉണ്ടാവും. ആസിഡ് ഇതിൽ യൂസ് ചെയ്യുന്നത് വൈറ്റ് വൈൻ വിനീഗറാണ്. അതുകൊണ്ടാണ് വൈൻ ഗോബ്ലെറ്റിൽ കൊണ്ടുവന്നത്. അപ്പോൾ അത് എമൾസിഫൈ ചെയ്യുന്നത് അപ്പം തന്നെ ബീറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ അതിൻ്റെ ആ ഫ്ലേവർ ഉണ്ടാവുള്ളൂ. അത് സാലഡിൽ അപ്പം മിക്സ് ചെയ്ത് കഴിക്കണം. അപ്പോൾ ആ ഫ്ലേവർ വരും. അക്ഷരൊക്കെ മനസ്സിലാവും. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ സമയത്തൊക്കെ അവിടെ വെച്ച് ഒഴിച്ചല്ലേ വെക്കുക? അങ്ങനെ ഒഴിക്കാൻ പാടില്ല. ഒരു ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഡ്രസ്സിങ് വേറെയും സാലഡ് വേറെ ആയിട്ടാണ് വരിക. ഏത് ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റിലും നമ്മൾ ആകെ അങ്ങനെ സെർവ് ചെയ്യാൻ പറ്റുന്നത് പ്രോബ്ലി വാൾഡ്രോപ്പ് സാലഡോ അല്ലെങ്കിൽ റഷ്യൻ സാലഡോ മാത്രമേ ഉള്ളൂ. അതിനകത്ത് മേയോ മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ സീസർ സാലഡ് മേ ബി അതിനകത്ത് ആ ക്രീം മിക്സ് ചെയ്ത്. ഇല്ലാത്ത സാലഡ്സ് ഉണ്ട്, ഡ്രസ്സിംഗ് ഉള്ള സാലഡും ഉണ്ട്. ഇത് ഡ്രസ്സിംഗ് ഉള്ള സാലഡ്. അപ്പോൾ ഏറ്റവും എൻ്റെ ഫേവറേറ്റ് സീസർ സാലഡാണ്. അതിൻ്റെ ഡ്രസ്സിങ് മിക്സ് ചെയ്യാതെ കൊണ്ടുവരുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതെങ്ങനെയാണെന്നൊന്ന് ജസ്റ്റ് ബ്രീഫ് ചെയ്യാമോ? ശരിക്കും അയൺ ഗ്രിൽ പാനാണ് വേണ്ടത്. ഇതിപ്പോൾ നോർമൽ തവയിലാണ് വാട്ടർമെലൻ ടോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താവും ആ വാട്ടർമെലൻ്റെ ഷുഗേഴ്സ് കുറച്ചൊന്ന് വെന്ത് വരും. അതിന് ഷുഗേഴ്സ് കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ഏതായിരുന്നു യൂസ് ചെയ്തത്? ഇല്ല, ഓയിലൊന്നുമില്ല, ഡ്രൈ ഗ്രില്ലിംഗ് ആണ്. യൂഷ്വലി അത് ചാർക്കോളിൽ ഗ്രില്ല് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫ്ലേവറും കൂടെ നല്ലതായിരിക്കും. അയൺ ഗ്രിൽ മറ്റേ സ്കിലറ്റിൽ ചെയ്യുകയാണെങ്കിൽ ആ ബാബ് ലൈൻസ് കാണാൻ പറ്റും. ഇതിപ്പോൾ നോർമൽ തവയായതായത് നമുക്ക് അതിൻ്റെ ടേസ്റ്റിൽ ആക്ച്വലി ഇത് സ്ലൈസ് ചെയ്ത് ഒരു ബീഫ് സ്റ്റേക്ക് ഉണ്ടാക്കുന്ന നമുക്ക് ഗ്രില്ല് ചെയ്ത് കട്ട് ചെയ്യാം. ഓക്കെ, നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്ത് എങ്ങനെ കഴിക്കണ്ടോ? ഞാൻ ക്രിസ്റ്റി സംസാരിക്കുമ്പോൾ ക്രിസ്റ്റീന്റെ താടി നോക്കണേ. എവിടെ നിന്ന് കിട്ടിയടാ ഇതിന്? ഒന്ന് പോയി നോക്കി സംസാരിക്കുമ്പോ അത് അതേപോലെ ഇങ്ങനെ മൂവ് ആവുക. സാലഡിന്റെ പേരെന്തായിരുന്നു? ഫ്രൂട്ട് സാലഡോ? വാട്ടർമെലൻ ഗ്രിൽ സാലഡ്. വാട്ടർമെലൻ ഗ്രിൽ സാലഡ്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ക്രീമിനെസ്സിന് വേണ്ടി അവക്കാഡോ ഉണ്ട്. ക്രീമിനെസ്സിന് വേണ്ടി അവക്കാഡോ ഉണ്ട്. പിന്നെ അതിൻ്റെ സോൾട്ടിന് വേണ്ടിയിട്ട് ഫെറ്റ ചീസ് ഉണ്ട്. ടോസ്റ്റ് വാട്ടർമെലൻ്റെ സ്വീറ്റ്നെസ് ഉണ്ടാവും. ക്രഞ്ചിന് വേണ്ടിയിട്ട് ആൽമണ്ട്സ് ക്രഷ് ചെയ്തതുണ്ട്. പിന്നെ വിനീഗറേറ്റിനകത്ത് മസ്റ്റേർഡ്, ഇംഗ്ലീഷ് അമേരിക്കൻ മസ്റ്റേർഡ്, വൈറ്റ് വൈൻ വിനീഗർ, ഓലിവ് ഓയിൽ, അതിൻ്റെ കൂടെ ഡിൽ, കുറച്ച് ഓറിഗാനോ ആൻഡ് ബേസിൽ സ്പൈസ് ചെയ്തിട്ടുണ്ട്. ഇതിന് എമൾസിഫൈ ചെയ്ത് മിക്സ് ചെയ്ത് ഡ്രസ്സിങ് ആക്കിയിട്ടുണ്ട്. ബാക്കി ദിവ്യ ചേച്ചി പറയും. ഞാനല്ലല്ലോ ചേച്ചിയുടെ ആക്ഷൻ കേട്ടോ ഇത് പറയുമ്പോ ആദ്യമായിട്ട് കേൾക്കണ പോലെ. അല്ല, അതിനേക്കാൾ ഏറ്റവും വലിയ കോമഡി അപ്സര സ്പൂൺ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തരുന്നില്ല. ഞാൻ എന്താ ചെയ്യാ? ഒരാൾ പറഞ്ഞു നിർത്തുന്നില്ല, ഒരാൾ കഴിച്ചു നിർത്തുന്നില്ല, നിൽക്കുക. അല്ല, കാരണം ക്രിസ് ബ്രീഫ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഓരോന്ന് കാര്യങ്ങൾ നമുക്ക് അറിയണം. ഉണ്ടോ ഇല്ല അത് ഇത്രയും ശ്രദ്ധിക്കുന്ന ക്രിസ് ഒരു കാര്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് ക്രിസ് ചൂസ് ചെയ്ത വാട്ടർമെലൻ കൊള്ളത്തില്ല. അണ്ടർസ്റ്റാൻഡ്. എനിക്ക് അവക്കാഡോ വന്നത് വളരെ റോ ആയിരുന്നു. പിന്നെ വേറെ വരുത്തിക്കുക ചെയ്തത്. വാട്ടർമെലൻ കുറച്ചുകൂടെ സ്വീറ്റ്നെസ് വേണം. അതെ, നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത് താങ്കളെപ്പോലത്തെ ഒരു വ്യക്തിത്വം ഇത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് സാലഡ് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം ചെയ്യേണ്ടത് സീഡ്ലെസ് ആക്കുക എന്നുള്ളതാണ് വാട്ടർമെലന്. മനസ്സിലായത്? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എഡിബിൾ ആവുന്ന സമയത്ത് സീഡ്ലെസ് ആക്കുക. വാട്ടർമെലൻ സീഡ്ലെസ് ആക്കണം. കാരണം വാട്ടർമെലൻ ആണ് ഇതിലെ ഹീറോ. വേറെ അവക്കാഡോയോ ഫെറ്റ ചീസോ ഒന്നുമല്ല.
ഈ വാട്ടർമെലൺ ഗ്രില്ല് ചെയ്യുന്നതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സ്മോക്കി ഫീൽ വരാനായിട്ട് ഗ്രിൽ പാനിനകത്ത് ഒരു ചെറിയ ചാർക്കോൾ പീസ് വെച്ച് ഒലിവ് ഓയിലോ എന്തെങ്കിലും വെച്ച് ഒന്ന് സ്മോക്ക്ഡ് ഫീലിംഗ് കിട്ടിയാണ്. സോ യു കുഡ് ഹാവ് ബ്രോട്ട് ഇറ്റ് ടു ദ നെക്സ്റ്റ് ലെവൽ, ബട്ട് ഇറ്റ് ഈസ് നൈസ്. ഓക്കെ, താങ്ക് യു. വെൽക്കം ബാക്ക് ടു ബിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവർഡ് ബൈ അമൃതവേണി KSFE, ഭീമ ജുവൽസ്, പങ്കജ കസ്തൂരി ഓർത്തോ ഹെർബ് ആൻഡ് കേരള ബാങ്ക്. എങ്ങനെയുണ്ട് സാലഡ് ചെയ്തിട്ട്? ഒരു ക്ഷീണം പോലെ. വാട്ടർമെലൺ, ഗ്രിൽഡ് വാട്ടർമെലൺ. ഓക്കെ, ഫെറ്റ ചീസ് അവക്കാഡോ. അപ്പോ വീറോടും വാശിയോടും കൂടിയുള്ള അടുത്ത മത്സരത്തിന് വേണ്ടി നമുക്ക് കുറച്ച് സമയം കാത്തിരിക്കേണ്ടി വരും. ഇന്ന് തൽക്കാലം യാത്ര പറയാനുള്ള സമയമായി. നമുക്കറിയാം സമയവും കാലവും ആർക്കും വേണ്ടി കാത്തിരിക്കില്ല. ഇന്ന് യാത്ര പറയാനുള്ള സമയമായിരിക്കുകയാണ്. ഇന്നത്തെ വിഭവങ്ങൾ നമ്മൾ ഒരുക്കിയ കളികളാണെങ്കിലും തമാശകളാണെങ്കിലും ചെയ്ത വിഭവങ്ങളൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വാസം നമുക്ക് യാത്ര പറയണ്ടേ? ഓക്കെ, അപ്പോ നാളെ രാത്രി വീണ്ടും കാണാം. അതുവരേക്കും ചാച്ചാ. Crockery partner Minolta, AC and healthy cooking. Anish Ravi costume sponsored by Dhanya Furniture, Kottarakara.